ഈശ്വരാ. ആരൊക്കെയാ ഇത്? വെച്ചുമോനെ, മോനും മുത്തശ്ശി പ്രസാദം തൊട്ടുതരാട്ടോ. അഹങ്കാരം തലയ്ക്ക് പിടിച്ച മട്ടുണ്ടല്ലോ ഭാനുമ്മേ. ഇതൊന്നും ദൈവത്തിന് മുമ്പിൽ വെച്ച് വേണ്ടെന്ന് പറഞ്ഞേക്ക്. ആർക്കോ വേണ്ടി മൃത്യുഞ്ജയാർച്ചന നടത്തിയതിന്റെ പ്രസാദമാണോ വിച്ചുമോന് തൊട്ടു കൊടുക്കുന്നത്? അനുപമയെ അവന് വേണ്ടി പ്രത്യേക അർച്ചന നടത്തിക്കുള്ളൂ. ഹർഷയുടെ പേര് കഴിച്ച അർച്ചനയായതുകൊണ്ടാണോ? ആ, അവളും നല്ലൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചതിന്റെ അസൂയായിരിക്കും. ഒരസൂയയും ഇല്ല സുശീലേ. അല്ല, അത് പോട്ടെ, ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയ ഹർഷയ്ക്ക് വേണ്ടി നീ എന്തിനാ മൃത്യുഞ്ജയാർച്ചന നടത്തിയത്? ആ, അവളുടെ അവസ്ഥ അങ്ങനെയായി പോയി. ഒരു കുഞ്ഞിനു വേണ്ടി എന്തോരം പ്രാർത്ഥിച്ചതാ. അതിനെ കിട്ടുമ്പോഴേക്കും അവൾ അങ്ങ് വീണുപോയി. വീണുപോയെന്നോ? നീ എന്താ സുശീലയെ പറയുന്നേ? ചിലരുടെയൊക്കെ പ്രാക്കും ശാപവും ഏറ്റതാ ഭാനുമ്മേ. ഹർഷ സിസേറിയൻ കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞാ അനസ്തേഷ്യയിൽ നിന്ന് ഉണർന്നത്. അപ്പോഴേക്കും അവളുടെ ഒരു ഭാഗം തളർന്നുപോയി. ഹർഷയ്ക്ക് ഇത്ര വലിയ ശിക്ഷ വേണ്ടായിരുന്നു. അവളെ രക്ഷിക്കണേ ദൈവമേ. ഹർഷ ചത്തുകിട്ടാൻ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ സന്തോഷാവട്ടെ. നീ എന്തൊക്കെയാ സുശീല ഈ അമ്പലനടയിൽ വെച്ച് പറയുന്നത്? ഹർഷ ചത്തിട്ട് ഇവിടെ ആർക്കാ സന്തോഷം? അതൊക്കെ എനിക്കറിയാം ഭാനുമ്മേ. പക്ഷേ ഞാനും എന്റെ മോൻ ഇന്ദ്രനും ഒരിക്കലും ഹർഷയോട് നന്ദികേട് കാണിക്കില്ല. അവളുടെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവും. അതിപ്പോ ഹർഷയ്ക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാലേ അവളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഏറ്റെടുക്കും.